കൊച്ചി ധനുഷ്കോടി ദേശീയപാതയ്ക്ക് സമീപം ചെങ്കല്ലാർ കുളിക്കാട് ഭാഗത്ത് ആനക്കൂട്ടം ഇറങ്ങി. ആനയിറങ്കൽ എസ് വളവിലും ആനക്കൂട്ടം നിലയുറപ്പിച്ചു. മേഖലയിൽ 15 മിനിറ്റോളം ഗതാഗതം തടസ്സപ്പെട്ടു. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, ഗതാഗതം ഭാഗത്ത് പുനഃസ്ഥാപിച്ചിട്ടുണ്ടോ? ആനയെ ആ ഭാഗത്തുനിന്ന് തുരത്തിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ രണ്ടിടങ്ങളായാണ്, അതായത് പൂപ്പാർക്ക് സമീപം രണ്ടിടത്തായാണ് ഇത്തരത്തിൽ കാട്ടാനക്കൂട്ടം എത്തിയത്. അതായത് ഒന്ന് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ ചെങ്കലാർ കുളക്കാട് ഭാഗത്തും അതുപോലെ തന്നെ ആനയിറങ്കൽ ഡാമിനോട് ചേർന്നുമാണ് ഈ രണ്ട് കാട്ടാനക്കൂട്ടങ്ങൾ എത്തിയത്. ഏറെ നേരം അതുകൊണ്ട് തന്നെ ഈ ദേശീയപാതയിൽ ഈ വാഹനം ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഈ കൂട്ടത്തോടെ ആനകൾ ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് തന്നെ ഒരു ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇത് വാഹനങ്ങൾ പലപ്പോഴും ഈ ആന നിൽക്കുന്നതറിയാതെ ഈ ആനകൾക്ക് മുമ്പിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ പിന്നീട് വാഹനങ്ങൾ പിന്നോട്ടൊക്കെ എടുത്താണ് ഇവർ മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ RRT സംഘം എത്തിയ നിലവിൽ ഇപ്പോൾ ഈ ഒരു രണ്ട് കാട്ടാനക്കൂട്ടത്തെയും നിലവിൽ ഈ സമീപത്തെ തോട്ടങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിലവിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ തോട്ടം തൊഴിലാളികളായിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ ഈ ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്ന ആളുകളും ജാഗ്രത പുലർത്തണമെന്ന ഒരു നിർദ്ദേശവും നിലവിൽ RRT സംഘവും അതുപോലെ തന്നെ വനം വകുപ്പും നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ചക്കക്കൊമ്പൻ കാട്ടാന എത്തിയതും ഈ ഒരു പ്രദേശത്തായിരുന്നു, അതായത് ചെങ്കലാർ മേഖലയിലാണ് എത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഈ തോട്ടം മേഖല കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഈ ഏലത്തോട്ടങ്ങൾ കേന്ദ്രീകരിച്ച് കാട്ടാനക്കൂട്ടം നിലയുറപ്പിക്കുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് ഈ തോട്ടം തൊഴിലാളികൾ വരും ദിവസങ്ങളിലും ജാഗ്രത പുലർത്തണമെന്നൊരു നിർദ്ദേശം വനം വകുപ്പ് നൽകിയിട്ടുണ്ട്.